എന്താ പറയാന്ന് പറഞ്ഞാൽ എങ്ങനെ തുടങ്ങണോ എപ്പോൾ തുടങ്ങണമെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. തീർച്ചയായും ഭാര്യമാർക്ക് കൊടുക്കേണ്ട അംഗീകാരങ്ങളും കൊടുക്കേണ്ട പരിഗണനയും നമ്മൾ ഓരോരുത്തരും, നിങ്ങൾ ഓരോരുത്തരും, എനിക്ക് പ്രത്യേകിച്ച് പറയാനില്ല, നിങ്ങൾ ഓരോരുത്തരും കൊടുക്കുക തന്നെ വേണം എന്ന് കാട്ടായ കഥ എന്ന് പറയുന്ന സിനിമ നമ്മളെ പഠിപ്പിക്കുന്നു. പലപ്പോഴും ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് നമ്മൾ പലരും ഓടി മാറാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ സുഖങ്ങൾ തേടി പോകാറുണ്ട്. പക്ഷേ ഈ സുഖങ്ങൾ തേടി പോകുമ്പോൾ നമ്മൾ അറിയാത്ത കുറേ നഷ്ടങ്ങൾ നമ്മുടെ കുടുംബത്തിനകത്തുണ്ടാകുന്നു എന്നുള്ളതാണ്. ഇത് ഈ സെയിം സംഭവം എൻ്റെ വീട്ടിൻ്റെ അയൽവക്കത്ത്, ട്രിവാൻഡ്രത്ത് എൻ്റെ വീട്ടിൻ്റെ അയൽവക്കത്ത് നടന്നിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം, അന്യ സംസ്ഥാന തൊഴിലാളി, ആ വാക്ക് പറയാൻ പാടില്ലല്ലോ, അതിഥി തൊഴിലാളികൾ അല്ലെങ്കിൽ മറ്റു പലയിടത്തും നമ്മൾ ജോലിക്ക് ആൾക്കാരെ കൊണ്ടുവരിക, അല്ലെങ്കിൽ നമ്മളുടേതായ ലൈനിൽ പോകുമ്പോൾ ഈ വരുന്ന തൊഴിലാളികൾ അവരെല്ലാം നല്ലവരാണ്, ആരും മോശക്കാരൊന്നുമല്ല. പക്ഷേ ജീവിതം വിട്ടു പോകുന്ന ഒരവസ്ഥ. ഇപ്പം പുരുഷനാവട്ടെ സ്ത്രീ ആവട്ടെ, ഇതിപ്പോൾ ഞാൻ എന്താ ഒരു ബ്രേക്ക് ചെയ്തതെന്ന് പറഞ്ഞാൽ ഇതിൽ ഞാൻ എന്ത് വാക്ക് എൻ്റെ നാക്കിൽ നിന്ന് വീണാലും കോൺട്രവേഴ്സി ആവാൻ സാധ്യതയുള്ള ഒരു സിനിമയാണ് പാട്ടായ കഥ. ഞാൻ ഓരോ സമയങ്ങളിലും അത് ശ്രദ്ധിക്കുകയാണ്. പുരുഷനാവട്ടെ സ്ത്രീ ആവട്ടെ, നമ്മളെല്ലാവരും തന്നെ ഒരു പിടുത്തത്തിലാണ് പോകുന്നത്, ഒരു പിടുത്തം. ഈ പിടുത്തം പലപ്പോഴും നമുക്ക് വിട്ടുപോകുന്നത് നമ്മൾ ലഹരിയുടെ അടിമയാകുമ്പോഴാണ് നമ്മൾ പിടുത്തം വിട്ടുപോകുന്നത്. അതുപോലെ തന്നെ സ്ത്രീകൾക്കും ഒരു പിടുത്തം വിട്ടുപോകുന്ന ഒരു സ്റ്റേജുണ്ട്. ഈ പിടുത്തം വിട്ടുപോയി കഴിയുമ്പം സ്ത്രീയാവട്ടെ, പുരുഷനാവട്ടെ, പെൺകുട്ടിയാവട്ടെ, ആൺകുട്ടിയാവട്ടെ, ഭർത്താവട്ടെ, ഭാര്യയാവട്ടെ, സഹോദരങ്ങളാവട്ടെ, അവർ എന്ത് ചെയ്യും എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ വെഞ്ഞാറമൂട്ടിൽ കണ്ടത്, ചില മക്കൾ ഹോക്കി സ്റ്റിക്ക് എടുത്തും മറ്റ് ബാറ്റ് എടുത്തും സ്വന്തം അമ്മയുടെയും സ്വന്തം അച്ഛൻ്റെയും സ്വന്തം സഹോദരങ്ങളുടെയൊക്കെ തലമണ്ട അടിച്ചു പൊട്ടിക്കും. നമുക്കൊരു പിടുത്തമുണ്ട്. അപ്പോൾ ഈ ഒരു പിടുത്തത്തിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഈ ഒരു പിടുത്തം വിട്ടുപോയാൽ നമ്മുടെ നാക്കിന്, നമ്മുടെ മനസ്സിന്, നമ്മുടെ ബുദ്ധിക്ക് ഉണ്ടാകുന്ന പിടുത്തം വിട്ടു. സോ ഇതൊരു അക്കാഡമി ഇതൊരു കൊമേഴ്സ്യൽ ഫിലിമാണ് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരുപാട് മൂല്യങ്ങൾ നിറഞ്ഞുകൊണ്ടുള്ള ഒരു അക്കാഡമി ഫിലിം, ഒരു ഫെസ്റ്റിവൽ ടൈപ്പ് ഫിലിമാണ്. ഡയറക്ടേഴ്സ് ഫിലിം എന്ന് പറയാം. ഡയറക്ടറിൻ്റെ തലയിലൂടെ പോയ ഇന്നത്തെ നമ്മുടെ നാട്ടിൽ പല പല കുടുംബങ്ങളിൽ, എല്ലാ കുടുംബങ്ങളിലും അല്ല, പല പല കുടുംബങ്ങളിൽ നടക്കുന്ന ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള സംഭവം തന്നെയാണ്. നല്ല അവാർഡ് കിട്ടാൻ സാധ്യതയുള്ള നിരയിൽ നിൽക്കുന്ന ഒരു നല്ല ചെറിയ പടം. ഒരുപാട് മെസ്സേജുകളുണ്ട്. കുറേ ഏരിയകൾ എന്താ പറയുക, ചിലപ്പോൾ നമുക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ചെയ്തില്ല എന്ന് വരും. പക്ഷേ എന്നാലും ലാസ്റ്റ് ക്ലൈമാക്സ് ഞെട്ടിച്ചു. അതുപോലെ തന്നെ ക്യാമറ നല്ല രസമുണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാം. എൻ്റെ വായിൽ നിന്ന് വീണ് എൻ്റെ പിടുത്തം പിടിക്കരുത്, അതാണ് അവസ്ഥ. എൻ്റെ പിടുത്തം വിട്ടുപോയാൽ പിന്നെ നമ്മൾ തമ്മിൽ അടിയാവും എന്നല്ല, സോഷ്യൽ മീഡിയയിൽ അടിയാവും. എന്താണ് അല്ലല്ല, നമുക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറഞ്ഞ് വായി തോന്നുന്നത് എല്ലാം വിളിച്ച് പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ല. ഞാൻ അതാ പറഞ്ഞത്, എൻ്റെ ഒരു പിടുത്തം വിട്ടുപോയാൽ നമ്മളൊരു പിടുത്തം, ആ പിടുത്തത്തിൽ നിൽക്കുമ്പോഴത്തേക്കാണ് നമുക്കെല്ലാം പറയാൻ പറ്റുന്നത്. പിടുത്തം വിട്ടുപോകുന്ന ഒരു സ്റ്റേജ് വരും. ഒന്നുകിൽ നമുക്ക് പ്രശ്നമുണ്ടാവാം, അല്ലെങ്കിൽ നമുക്ക് വൈരാഗ്യങ്ങളുണ്ടാകാം, അല്ലെങ്കിൽ നമുക്ക് ചില മത്സര ബുദ്ധികൾ, അങ്ങനെയൊക്കെ പലതുണ്ട്. ആ സമയത്ത് ചിലപ്പോൾ വിട്ടുപോകുമ്പോഴാണ് നമ്മൾ ആരെങ്കിലും ചില പറയും. അല്ലല്ല, അത് അത്രയും പിടിച്ചിപ്പോൾ ഞാൻ 17-18 വർഷം കൊണ്ട് അങ്ങനെ പിടിച്ചു നിന്ന് പറയുന്നത് കൊണ്ടാണ് എനിക്ക് നിങ്ങളുടെ ഒരു വില